റാം ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ എഴുതിയ ചെറിയൊരു ബുക്ക് റിവ്യൂവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു സിനിമാറ്റിക് നോവൽ. ആലപ്പുഴ ജില്ലയിലെ തീരദേശ ഗ്രാമത്തിൽ നിന്നു സിനിമ പഠിക്കാനും നോവൽ എഴുതാനും അനുഭവങ്ങൾ സ്വന്തമാക്കാനും ചെന്നൈ നഗരത്തിലെത്തിയ ശ്രീറാമിനെ വരവേറ്റത് ചിത്രസംഭവങ്ങളുടെ ഒരു പരമ്പരയാണ്. അതിൽ പ്രണയവും പ്രതികാരവും സൗഹൃദവും യാത്രയും സിനിമയിലുണ്ട്. റാമിനൊപ്പം അവൻ്റെ അനുഭവങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചെന്നൈ ഉങ്ങളെ അൻപുടൻ വരവേർക്കുന്നത്. വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക എന്ന് പറയുന്ന പോലെ വളരെ ഭംഗിയാണ് ഓരോ സംഭവങ്ങളും വിവരിക്കുന്നത്. സാധാരണക്കാരനായ ഒരു വായനക്കാരന് മനസ്സിലാകുന്നതുപോലെ അത്രയും ലളിതമായ ഭാഷാശൈലിയിലൂടെ കഥ പറഞ്ഞു പോകുമ്പോൾ ദൃശ്യവൽക്കരണം കൂടി വായനക്കാരെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. സിനിമാ പഠനത്തിനും പുസ്തകം എഴുതുന്നതിനുമായി ചെന്നൈ നഗരത്തിൽ എത്തുന്ന റാം എന്ന മലയാളി പയ്യനിലൂടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു തുടങ്ങുന്ന കഥയാണ് റാം ഓഫ് ആനന്ദിയുടെ കഥ. സഹപാഠികളായ രേഷ്മയും വെട്രിയും കോളേജിലെ റിസപ്ഷനിസ്റ്റ് ആനന്ദിയുമൊക്കെ കഥ പറയുമ്പോൾ അവിടെ അതൊക്കെ എത്തുന്നു. വെട്രിയും ആനന്ദിയും താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥനായ പാട്ടിയും അവരുടെയൊക്കെ ജീവിതങ്ങളാണ് ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. യാത്രക്കിടയിൽ പരിചയപ്പെട്ട തമിഴ്നാട്ടിൽ തിരുനഗൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡറായ മലയാളി കിരണിലേക്കും ബിനീഷേട്ടനിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ അറിയാതെ തന്നെ അവർക്കിടയിൽ നമ്മളും ജീവിപ്പിക്കുന്ന ഒരു വായനാനുഭവം നൽകുന്നു ഈ നോവൽ. ഞാൻ ചെന്നൈയിൽ 4 വർഷത്തോളവും താമസിച്ചു ജോലി ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ റാമും ആനന്ദിയും രേഷ്മയ്ക്കും വെട്രിയുമെല്ലാം വെലസി എന്ന സ്ഥലങ്ങളിലേക്ക് അയ്യപ്പത്തങ്കൽ, ഗിണ്ടിയും ടി നഗരും കോയബോട്ടും മാർക്കറ്റും പൂക്കടകളും ബസ് സ്റ്റാൻഡുകളും സിനിമാ തിയേറ്ററുകളും ചെന്നൈയിലെ ജീവിത സായാഹ്നങ്ങളിലേക്കുമുള്ള ഒരു തിരിച്ചുപോക്ക് നൽകി കടന്നു. പ്രണയവും വിരഹവും വളരെ ഭംഗിയുള്ള സൗഹൃദവും സാഹോദര്യവും വാത്സല്യവും ഒത്തിരി സസ്പെൻഷനും നിറഞ്ഞതാണ് ഈ നോവൽ. മുൻപും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും. ഈ പുസ്തകം വായിച്ചു മതിയാകാതെ വായനക്കാരേക്കും നമ്മുടെ അടുത്തേക്ക് യാത്ര പോകും. പിന്നീട് പുസ്തകം അവസാനിക്കുന്നതിന് മുന്നേ റാമിനു പോലെ തന്നെ വെട്രിയും രേഷ്മയ്ക്കും പാർട്ടിയും പോലെ ഒരേ വായനക്കാരന് ആനന്ദിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ നമ്മളും കുറേ പേരെ പ്രാർത്ഥനകൾ നമ്മൾ പോലെ അറിയാതെ ആനന്ദിക്കായി കരുതി ആകാംക്ഷയോടെ അവളുടെ തിരിച്ചു വരവിനായി കാത്തിരിക്കുന്നു. തീർച്ചയായും വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പുസ്തകപ്രേമികർക്കും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു നോവലാണ് റാം ഓഫ് ആനന്ദിയുടെ അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവൽ.